റോണി കെ ബേബി, കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്തുവല്ലോ. കോൺഗ്രസ് പ്രതികരണം നൽകിയിട്ടുണ്ട്. ജയറാം രമേശ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിരുന്നു. പവൻ ഖേരയുടെ പ്രതികരണം വന്നിരുന്നു. അതുപോലെ തന്നെ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. അവിടെയെല്ലാം ഒരുതരം പരിഹാസമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അവിടെയും മോദി വിരമിച്ച് കാണുവാനുള്ള ആഗ്രഹം കോൺഗ്രസിനുണ്ട്, പ്രതിപക്ഷത്തിനുണ്ട് എന്ന കാര്യം പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ സംഘടനാപരമായ തീരുമാനമാണ് അവരുടെ പ്രധാനമന്ത്രി എത്ര വയസ്സിൽ വിരമിക്കണം എന്നുള്ളത്. പക്ഷെ ഇവിടെ കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത് RSSന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭഗവത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നടത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഈ വിഷയത്തോട് പ്രതികരിക്കുകയാണ് ചെയ്തത്. ശ്രീ നരേന്ദ്രമോദി 75 വയസ്സ് തികയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും മാറുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ഇതാദ്യമായിട്ടല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഉയരുന്നത്. 2022 ഇതുപോലൊരു ചർച്ച ഉയർന്നപ്പോൾ അന്ന് അമിത്ഷാ പറഞ്ഞത് ഒരിക്കലും നരേന്ദ്രമോദി 75 വയസ്സിൽ റിട്ടയർ ചെയ്യത്തില്ല, ബി.ജെ.പി ഭരണഘടന അനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനമില്ല എന്നാണ്. 2024 കഴിഞ്ഞ വർഷം ഈ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന റൗണ്ടിൽ അരവിന്ദ് കേജ്രിവാൾ ഉന്നയിച്ച വിഷയവും ഇത് തന്നെയായിരുന്നു. അന്ന് ബി.ജെ.പിയുടെ പ്രസിഡന്റ് JP നദ്ദ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദി 2029 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരും, അദ്ദേഹം 2025 അല്ലെങ്കിൽ സെപ്റ്റംബറിൽ അദ്ദേഹം റിട്ടയർ ചെയ്യില്ലെന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ മോഹൻ ഭഗവത് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. അങ്ങനെയാണ് ഞങ്ങളിതിനെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. വളരെ കൃത്യമായ സന്ദേശമാണ്. കാരണം 75 വയസ്സിൽ മുതിർന്ന നേതാക്കന്മാർ, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അവർ അവരുടെ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കും എന്നുള്ളത്. പക്ഷെ ഇവിടെ നരേന്ദ്രമോദി മാറണോ വേണ്ടി എന്നുള്ളത് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലെ ബി.ജെ.പിയുടെ തീരുമാനമാണ്, നരേന്ദ്രമോദിയുടെ തീരുമാനമാണ്. പക്ഷേ അത് ഇന്ത്യയിൽ വലിയ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. കാരണം നമുക്കറിയാം ആരാണ് ഇന്ത്യയിൽ ബി.ജെ.പിയെ അധികാര രാഷ്ട്രീയത്തിലേക്ക്, അധികാരത്തിന്റെ വഴികളിലേക്ക് ബി.ജെ.പിയെ നയിച്ചു കൊണ്ടുവന്ന ആരാണെന്ന് വളരെ വ്യക്തമാണ്. LK അദ്വാനി ഉയർത്തിക്കൊണ്ടുവന്ന ഹിന്ദുത്വ രാഷ്ട്രീയം. അദ്ദേഹം സോമനാഥിൽ നിന്നും അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്ര, അയോധ്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട നീക്കങ്ങള്, സമരങ്ങള്, അവസാനം അവിടെ അവിടെ ബാബറി മസ്ജിദിന്റെ തന്നെ തകർച്ചയിലേക്ക് നയിക്കപ്പെട്ട ആ രാഷ്ട്രീയമാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾക്ക്, ബി.ജെ.പിക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ എത്തുവാനുള്ള വഴി തുറന്നത്. പക്ഷെ അധികാരത്തിൽ എത്തിയപ്പോൾ അല്ലെങ്കിൽ അധികാരത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടായത് നമ്മൾ കണ്ടു. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, അതുപോലെ തന്നെ അനന്തകുമാർ തുടങ്ങിയ എത്രയോ നേതാക്കന്മാരെയാണ് മാർഗനിർദ്ദേശക മണ്ഡൽ എന്ന് പറഞ്ഞുകൊണ്ട് 75 വയസ്സിൽ നിർബന്ധിതമായി അവര് മാറി നിൽക്കണം, അവര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ പോലും എത്രയോ ആളുകൾ നിഷേധിച്ചു, എത്രയോ മുഖ്യമന്ത്രിമാർക്ക് സീറ്റുകൾ നിഷേധിച്ച ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത്, അതിനൊക്കെ ചരടുവലികൾ നടത്തിയത്, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും നടത്തിയത് പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദിക്ക് നേരെ ഉയരാൻ പോകുന്ന ധാർമ്മികമായ ചോദ്യമാണ്, ഈ നിയമങ്ങൾ, ഈ തത്വങ്ങൾ അത് തനിക്ക് ബാധകമല്ലേ? അല്ലെങ്കിൽ താൻ തന്നെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ രൂപീകരിച്ച ചില തത്വങ്ങൾ ഒരുപക്ഷെ സാങ്കേതികമായി ബി.ജെ.പിയുടെ ഭരണഘടനയിൽ ഈ വിഷയങ്ങൾ ഇല്ലായിരിക്കാം, 75 വയസ്സിലെ നിർബന്ധിത വിരമിക്കൽ ഇല്ലായിരിക്കാം. പക്ഷേ ധാർമ്മികമായി ചില ചോദ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്ക് ഉയരും. ഇതെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ച പോലെ ഒറ്റപ്പെട്ട സംഭവമല്ല. ഇത് നേരത്തെ തന്നെ ഇതിനുള്ള കരുക്കൾ, ഇതിനു വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ ആരംഭിച്ചിരുന്നു. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ മോഹൻ വർഗീസ് അത് വളരെ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ RSSും ബി.ജെ.പിയും തമ്മിൽ വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഒന്ന്, ഇവിടെ പറഞ്ഞതുപോലെ ഈ പറയുന്ന രാമജന്മക്ഷേത്രത്തിന്റെ അതിന്റെ പ്രാണ ചടങ്ങില് പ്രധാനമന്ത്രി തന്നെ മുഖ്യ പുരോഹിതന്റെ വേഷം അണിഞ്ഞുകൊണ്ട് വരുന്നത് ഒന്ന്. രണ്ട്, മോദി കാ ഗ്യാരണ്ടി RSS ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. മോദി കാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി മഹാത്മത്തിലേക്ക് ബി.ജെ.പി ഉയർന്നത്. അതുപോലെ തന്നെ മൂന്നാമതായി ഇവിടെ നമ്മൾ കണ്ടു വിശ്വഗുരു എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പരാമർശം. RSSന് വളരെ വ്യക്തമായി ഈ 3 വിഷയങ്ങളിലും നരേന്ദ്രമോദിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ പ്രതിഫലിച്ചു എന്നാണ് ഇപ്പോൾ മോഹൻ വർഗീസ് പറഞ്ഞത്. അതിനെ ഒരു നിസ്സാരമായ രാഷ്ട്രീയ നിരീക്ഷണമായി തള്ളിക്കളയാൻ കഴിയില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യ ഭാവത്തോടു കൂടിയുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം തന്നെയാണ് ശ്രീ മോഹൻ വർഗീസ് നടത്തിയത്. പക്ഷേ ഇവിടെ സെപ്റ്റംബർ മാസത്തിൽ 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ ശ്രീ നരേന്ദ്രമോദി, മോഹൻ ഭഗവത് മാറുമെന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം ഇതിനു മുമ്പ് RSSനും സർസംഘചാലകന്മാര് മുഴുവൻ കാണിച്ച വഴി എന്ന് പറയുന്നത് 75 വയസ്സ് പൂർത്തിയാകുമ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അനാരോഗ്യം മൂലം വിരമിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? മാറി നിൽക്കുന്നു എന്നുള്ളത്
അല്ല ആണെങ്കിലും 75 വയസ്സ് എന്നുള്ളത് കീഴ്വഴക്കം RSS വളരെ കൃത്യമായി തന്നെ അവർ പാലിച്ചിട്ടുണ്ട്. അതിന് വളരെ ഇല്ല, അങ്ങനെയില്ല. 78 വയസ്സ് ശ്രീ റോണി 78 വയസ്സ് 79 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്ത ആളുകളാണ്. അവരെല്ലാം തന്നെ പ്രായാധിക്യം കാരണം അവശനിലയിലായപ്പോൾ അവർ സ്വമേധയാ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണ്. അല്ല, അവരോട് ആരും പറഞ്ഞതുകൊണ്ടല്ല, അവർ സ്വമേധയാ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത 3 പേരെങ്കിലും ഉണ്ട് RSSന്റെ സംഘചാലകന്മാർ. ശരി, ശ്രീ പണിക്കർ.